നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് എനിക്കൊരു കൗതുകം തോന്നിയൊരു സ്റ്റേറ്റ്മെന്റ് സാറുമായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു. സാധാരണ രീതിയിൽ ഈ കനപ്പെട്ട രാഷ്ട്രീയമൊന്നും പറയാൻ അറിഞ്ഞുകൂടാത്ത കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരനാണ് സുരേഷ് ഗോപി MP, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കലുങ്ക് ചർച്ചയുണ്ടല്ലോ. ഇപ്പോൾ നാടാകെ കലുങ്കിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മുടെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് എന്താണ് പരിഹാരം? ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊക്കെ തീരാൻ എന്താണ് പരിഹാരം? കോടതി വിധി നടപ്പാക്കുന്നതാണോ അതല്ല അതിനെ എതിർക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആരോ അനുയായികൾ ചോദിച്ചതാണ്. അപ്പോൾ അതിന് അദ്ദേഹം ഞെട്ടിക്കുന്നൊരു ഉത്തരം പറഞ്ഞു. അത് അദ്ദേഹം അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ആണോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് പറയാൻ അർഹതയുള്ള ഒരാൾ, അത് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാൾ എന്നുള്ളത് ഞാൻ ചോദിക്കാം. അദ്ദേഹം പറഞ്ഞൊരു ഉത്തരം ഇതാണ്: കേരളത്തിലെ ഈ ദേവാലയങ്ങളുടെ ഒക്കെ പ്രശ്നം, കേരളത്തിലെ അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ മന്ത്രിയാണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ സർവ്വ ദേവാലയങ്ങളിലെയും പ്രശ്നങ്ങൾ തീരാൻ ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുള്ള, സർക്കാരിൻ്റെ ലക്ഷ്യത്തിലുള്ള യൂണിഫോം സിവിൽ കോഡ് ഉണ്ടല്ലോ, അത് വന്നാൽ തീരുന്ന അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ കമന്റ് എന്താണ്? അല്ല, സുരേഷ് ഗോപി പറയുന്ന പല കാര്യങ്ങളും, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. ഞാൻ അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്. സത്യസന്ധമായിട്ടുള്ള പ്രതികരണമാണ്. അതെ. അതിൻ്റെ പരമ്പരായികളോ അതിൻ്റെ ആധികാരികത അതിൻ്റെ നമ്മളെന്ത് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അതോറിറ്റി എന്ന നിലക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു മാനം സുരേഷ് ഗോപിയുടെ സംഭാഷണങ്ങൾക്ക് ഞാനങ്ങനെ കണക്കാക്കുന്നില്ല. പക്ഷേ ജെന്യുവിനാണ്, ജെന്യുവിനാണ്. അതാണ് ആ സംഭാഷണത്തിൻ്റെ പ്രത്യേകത. നല്ലതായാലും ചീത്തയായി കഴിഞ്ഞാലും അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അയാൾ പറയുന്നു എന്നുള്ളതാണ്. പലർക്കും അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ള, രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ ഒരു നിയന്ത്രണ രേഖയുണ്ട്. രാഷ്ട്രീയക്കാരനായിട്ടില്ല. അതിനകത്ത് നിന്നിട്ട് അവരെല്ലാം സംസാരിക്കുള്ളൂ, രാഷ്ട്രീയ നേതാക്കൾ. കാരണം അവരോട് പലരും പല ചോദ്യങ്ങൾ ചോദിക്കും. സുരേഷ് ഗോപി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ ആ ഒരു അഭ്യാസം പഠിച്ചിട്ടില്ല. അല്ല, അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ രീതിയാണ്. ഞാൻ ഡൽഹിയിൽ ഒരിക്കലും അദ്ദേഹത്തെ കുറച്ച് കുട്ടികളുടെ ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട് സമയത്ത് അദ്ദേഹം ആ പ്രമേയം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം കാണാൻ തയ്യാറില്ല. അദ്ദേഹം ചായ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ആ രീതികളൊന്നും നല്ലതല്ല രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ടായ ഈ കലങ്കിലെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഒരാളുടെ പ്രമേയം വാങ്ങാൻ തയ്യാറായില്ല. അതൊക്കെ അങ്ങനെയാണ്. കാരണം പുള്ളിക്ക് അങ്ങനെ തോന്നും, പുള്ളി അങ്ങനെ പറയും. നമുക്ക് പക്ഷേ അങ്ങനെ വീണ് കിട്ടുന്ന ആ അഭിപ്രായങ്ങൾ നമുക്ക് പക്ഷേ നമ്മളുടെ ഒരു ഫോമാറ്റിൽ നിന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു ഒറ്റമൂലി ഔഷധമല്ല യൂണിഫോം സിവിൽ കോഡ് എന്നോ. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മതങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ ക്രിമിനൽ കേസിൻ്റെ കാര്യത്തിൽ യൂണിഫോം കോഡാണല്ലോ. അല്ലാണ്ട് മുസ്ലിമിനൊരു കോഡ്, ക്രിസ്ത്യാനിക്കൊരു കോഡ്, ഹിന്ദുവിനൊരു കോഡൊന്നുമില്ല. അതാണ് ശരിക്കും വേണ്ടത്. അത് സിവിൽ കോഡും യൂണിഫോം ആകുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴും രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടൊക്കെ കെട്ടുപിണഞ്ഞ് വിവാദപരമായി കിടക്കുന്നു എന്നുള്ളതാണ്. അതെ, ഇന്ത്യൻ ലെഫ്റ്റ് അല്ലേ സർ, ലെഫ്റ്റ് ഇന്റലക്ച്വൽസ് അല്ലേ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ? ആര്? ലെഫ്റ്റ് EMSന്റെ പ്രധാനപ്പെട്ട അഭിപ്രായം അതായിരുന്നു. അല്ല, അത് ശരിയുമാണ്. യൂണിഫോം സിവിൽ കോഡാണ് വേണ്ടത്. കാരണം നമ്മൾ ഈ ക്രിമിനൽ കോഡിനെ പോലെ സിവിൽ കോഡ് കൊണ്ടുവന്നാൽ അതാണ് ശരി. കാരണം ഈ മൾട്ടി റിലീജിയസും മൾട്ടി കൾച്ചറും ഒക്കെ ആയിട്ടുള്ള സൊസൈറ്റികൾ എപ്പോഴും അതിന് മതത്തിൻ്റെ, ശരിക്കും പറഞ്ഞ മതത്തിൻ്റെ ഈ മുറുക്കത്തിൽ നിന്ന്, അവരുടെ പിടിയിൽ നിന്ന് ഒക്കെ സമൂഹത്തെ മുക്തമാക്കുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നിയമത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇതങ്ങനെയല്ല. ഇത് ഓരോ മത നിയമങ്ങൾക്കും അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പൗരന്മാർ ജീവിക്കാൻ ബാധ്യസ്ഥരായിത്തീരുന്നു എന്നുള്ളതാണ് ഈ മതനിയമ പ്രാമുഖ്യം നിലനിൽക്കുന്ന സമയത്തുണ്ട്. അതോ മാറ്റലാണ് യൂണിഫോം സിവിൽ കോഡിൻ്റെ പ്രശ്നം. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് നമ്മൾ കാണുന്ന ഈ വിശാലമായിട്ടുള്ള അർത്ഥത്തിലല്ല അത് ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ എതിർ ചർച്ചയിലേക്ക്. സംഘപരിവാർ വന്നപ്പോഴാണോ ലെഫ്റ്റിന് പോലും ഈ ഒരു ഭയം വന്നത്? അല്ല, സംഘപരിവാർ എടുക്കുന്ന പല ഇടപാടുകളും പല നടപടികളും ഒക്കെ അത് മുസ്ലിം വിരുദ്ധമായിട്ട് മാറിത്തീരുകയും മുസ്ലിമിനെ ഒരു അപരത്വം നൽകി നിർത്തുകയും ചെയ്യുന്ന തരത്തിൽ വരുമ്പോഴാണ് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ലെഫ്റ്റിനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ലെഫ്റ്റിൻ്റെ പൊസിഷൻ പ്രഖ്യാപിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ലെഫ്റ്റ് കുഴപ്പത്തിലാകുന്നു. അങ്ങനെയാണ് ലെഫ്റ്റ് ഇതിനെ ന്യായീകരിക്കുക. ലെഫ്റ്റ് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. ലെഫ്റ്റിന് യൂണിഫോം സിവിൽ കോഡിനെ ന്യായീകരിക്കാനേ പറ്റുള്ളൂ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റ്. പക്ഷേ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും ആ സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള അനുഭവങ്ങളാണ് പ്രശ്നം. ആ അനുഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴാണ് അവർ ആ സ്റ്റാൻഡ് മാറ്റുന്നത്. ആ സ്റ്റാൻഡ് മാറ്റണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ശരിക്കും. ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണെന്നുള്ളത് അറിയില്ല. മാത്രമല്ല, ക്ഷേത്രങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിക്കാനായിട്ട് പറ്റുമെന്ന് വെച്ചാൽ പരിഹരിക്കാൻ പറ്റില്ല. ജെൻഡർ വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. ശബരിമലയുടെ വിഷയം പരിഹരിക്കാനായിട്ട് പറ്റില്ല. കാരണം അവിടെ അപ്പോഴും അന്തിമ തീരുമാനം അവിടുത്തെ ഡേറ്റ്, അവിടുത്തെ അതായത് ഡയറ്റിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ. അതുകൊണ്ടാണ് ലെഫ്റ്റ് നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്ന് പതുങ്ങി നേരത്തെ സത്യത്തിൽ ഇപ്പൊ ശബരിമലയില് യൗവനയുക്തകളായ സ്ത്രീകൾ വരാൻ പാടില്ല എന്ന് തീരുമാനിച്ചത് ഭരണകൂടം അല്ലല്ലോ, അല്ല മതങ്ങളും അല്ല. ഡയറ്റിയുടെ അപ്പൊ ഡയറ്റ് അവിടെ 90% ഈ CPM-കാരും പോകുന്ന ഒരു ഇടമാണ്. പക്ഷെ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ ആ ഡയറ്റിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. അല്ലെങ്കിലും വിശ്വാസിക്ക് ദൈവത്തിന്റെ കൽപ്പനയല്ലേ പ്രധാനം? അല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഒരു വിശ്വാസത്തിന്റെ വിധിക്ക് ഇവിടെയാണ്. അതങ്ങനെ വിടാതെ അതിൽ കയറി നിലപാട് പക്ഷേ മറ്റേത് എടുക്കാന്നാണ് എൻ്റെ അഭിപ്രായം. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിയുടെ പ്രശ്നമാണ് എന്ന നിലപാടൊക്കെ പാർട്ടിക്ക് എടുക്കാം. പക്ഷേ ആ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ പരിഗണിച്ചിട്ട്, ആ ക്ഷേത്രത്തിന് പല പ്രത്യേകതകൾ, ആചാരം ലംഘിക്കേണ്ടതില്ല. അല്ല, ആചാരം ലംഘിക്കുന്നതിനും കുഴപ്പമില്ല. ആചാരം ലംഘിക്കേണ്ടതുണ്ടോ എന്നുള്ളത് വലിയ ചർച്ച നടത്തി കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ശബരിമലയുടെ പ്രത്യേകം എന്ന് പറയുന്നത് മറ്റു പല ക്ഷേത്രങ്ങൾക്കും ഇല്ലാത്ത ഒരുപാട് സവിശേഷതകളാണ്. ഒരുപാട് പോസിറ്റീവായ സംഗതികൾ, പോസിറ്റീവാണ്. അതെല്ലാം പോസിറ്റീവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു വിഷയമാണ് അതിന്റെ നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് കിടക്കുന്നത്. അത് നമ്മൾ അവിടുത്തെ തിരക്കും ബഹളവും മറ്റുമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് സ്ത്രീകൾ പോകാതിരിക്കണം നല്ലതെന്ന് സാധാരണ രീതിയിൽ പ്രായോഗികമായിട്ട് പോലും വേണമെങ്കിൽ കരുതാവുന്നതാണ് താനും. അവർ സേഫ് അല്ല, അല്ലേ? അല്ലാതെ ഒട്ടും സുരക്ഷിതമല്ല. കാരണം വെച്ചാൽ പിന്നെ ഒരു വേറെ തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ പറഞ്ഞാൽ നേരെ ഹെലികോപ്റ്റർ അവിടെ എത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ. പക്ഷെ അപ്പൊ അതിന്റെ ഒരു പഴയ കാലത്തെ സങ്കല്പം ഉണ്ടല്ലോ, അതൊക്കെ തീർത്ഥാടനത്തിന്റെ സ്വഭാവം തന്നെ ടൂറിസമായി മാറും പൂർണ്ണമായിട്ട്. അത്രയും വേണ്ട എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ അത് വേണ്ട, അത് ടൂറിസം ആകേണ്ടതില്ല എന്നാണ് കരുതുന്നത്. പക്ഷെ നമ്മളുടെ കാലം എന്ന് പറയുന്നത് മാറിപ്പോവുകയാണ്. കാലമൊക്കെ മാറി, പിൽഗ്രിം ടൂറിസത്തിന്റെ കാലത്തേക്ക് മാറുകയാണ്. നമ്മളീ പറയുന്നതിനൊന്നും ഒരു പ്രസക്തിയും കുറെ കഴിയുന്ന സമയത്ത് ഉണ്ടാവില്ല എന്നാണ്. കാരണം ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറാം. അതിപ്പോ ഈ അയ്യപ്പ സംഗമത്തിന്റെ അജണ്ട സത്യത്തിൽ അതാണല്ലേ, ടൂറിസ്റ്റ് കേന്ദ്രമാക്കി. അല്ല, ഈ ഞാൻ പറഞ്ഞ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വരുന്നതായിട്ടുള്ള അയ്യപ്പന്മാര്, അവർക്കൊക്കെ ആവശ്യം എന്താണ്? അവിടെ അടിസ്ഥാന സൗകര്യം. ഈ സമാധാനമുള്ള മനസ്സോടെ പ്രാർത്ഥിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന്റെ സ്വഭാവം മുഴുവൻ മാറില്ലേ. അതിന് നമ്മൾ ഈ പുതിയ കാലത്തിന്റെ ടെക്നോളജി അനുസരിച്ച് സംവിധാനങ്ങളോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് ഒന്നും ചെയ്യാനില്ല. അതൊന്നും ചെയ്യാൻ അത് എനിക്ക് വന്നത് സുരേഷ് ഗോപി ഇങ്ങനെ അദ്ദേഹം എന്താണ്. അല്ല, ഇത് പോസിബിൾ ആണ് സാർ. ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് അദ്ദേഹം പറയുന്ന പോലെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നാൽ, ഇനി വന്നാൽ തന്നെ അതിന്റെ ക്ലോസിലോ അതിന്റെ ആക്ടിലോ റൂളിലോ എവിടെയെങ്കിലും ഈ ഇന്ത്യ രാജ്യത്തെ എല്ലാ ദേവാലയങ്ങളിലും ഒരേ തരത്തിലുള്ള ലിംഗനീതി നടപ്പാക്കണമെന്ന് യൂണിഫോം സിവിൽ കോഡ്. അല്ല, അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ശബരിമല കേന്ദ്രം ഏറ്റെടുക്കും എന്നാണ്. അങ്ങനെയൊക്കെ കേന്ദ്രം ഏറ്റെടുക്കുന്നത് ശരിയാണോ എന്ന് BJP-യുടെ ചോദിച്ചാൽ അതല്ലെന്നേ അവർ പറയാനുള്ള സാധ്യതയുണ്ട്. എല്ലാം കേന്ദ്രം ഏറ്റെടുക്കുക. കേന്ദ്രം ഇപ്പോൾ ഒക്കെ BJP ഭരിക്കുന്നതുകൊണ്ടല്ലേ ഇവർക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. ഇനി മറ്റാരെങ്കിലും ഭരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിലൊന്നും കഥയില്ല. പക്ഷേ അതൊക്കെ ഇങ്ങനെ വെറുതെ സംസാരിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ആ സംഭാഷണത്തെ കാണുന്നത് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം സത്യസന്ധമായിട്ട് വിളിച്ചു പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനെ വെച്ചേ അത് പരിശോധിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ പരിശോധിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, സുരേഷ് ഗോപി എന്ന സിനിമാ നടന്, രാഷ്ട്രീയക്കാരന് നമ്മൾ അർഹിക്കുന്ന മാർക്കറ്റ് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയ്ക്കെടുത്തു. അങ്ങനെ അതല്ലാണ്ട് അദ്ദേഹം ഇതെല്ലാം കൃത്യമായ രീതിയിൽ പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തെ പരിഗണിച്ച് പ്രതികരിക്കരുത്. തീർച്ചയായിട്ടും. ഓക്കെ സാർ.